റൂബി അഥവാ മാണിക്യമെന്നറിയപ്പെടുന്ന അമൂല്യരത്നത്തിൻ്റെ വിശേഷങ്ങൾ ധാരാളമുണ്ട്. അതേക്കുറിച്ച് സംസാരിക്കുകയാണ് പ്രമുഖ പ്ലാനറ്ററി ജെമ്മോളജിസ്റ്റ് ഉണ്ണികൃഷ്ണൻ ശിവാസ്. കാണാം ജെംസ് വേൾഡ്. സാർ, നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരിച്ച് വന്നത് റൂബി മാണിക്യത്തിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ മൈനിങ്, ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് കൂടുതൽ മൈനിങ് ഉള്ളത്, ചില സ്ഥലങ്ങളിൽ ഇപ്പം മൈനിങ് നിന്നുപോയി എന്നൊക്കെയുള്ള സാർ കഴിഞ്ഞ സൂചിപ്പിച്ചിരുന്നത്. മ്യാൻമറിലെ അതെ, നിലവിൽ എവിടെയാണ് കൂടുതലും റൂബി മൈനിങ് ഉള്ളത്? കൂടുതൽ പ്രൊഡക്ഷൻ ഉള്ളത് മൊസാംബിക്, ആഫ്രിക്ക. നല്ല റിച്ച് ആയിട്ടുള്ള റൂബി വരുന്നത്, റിച്ച് റെഡ് റൂബി വരുന്നത് ഇപ്പോൾ മൊസാംബിക്കിലാണ്. ഏറ്റവും കൂടുതൽ വേൾഡിലെ നമ്പർ 1 പ്രൊഡക്ഷനും മൊസാംബിക്കിലാണ്. മോഡേൺ ടെക്നിക്കൽ ഉപയോഗിച്ചിട്ട് ഫുൾ സ്വിങ്ങിൽ ആ മൈനുകളെല്ലാം ആക്റ്റീവാണ്. മൊസാംബിക്ക് കൂടുതൽ നമുക്ക് അഫോർഡബിൾ ആണ്. ഇപ്പം നമ്മൾ ബർമീസ് റൂബി എന്ന് പറയുമ്പം ഭയങ്കര വിലയാണ് ചോദിക്കുന്നത്. ഇനി ഉണ്ടെങ്കിൽ തന്നെ കാണാൻ കിട്ടത്തില്ല, ഉണ്ടെങ്കിൽ വലിയ വലിയ വില. അതിൻ്റെ ആവശ്യമില്ല. കാരണം അതൊക്കെ ഒരു ഈ പറഞ്ഞ പോലെ അത് പഴയ ഏറ്റവും പരമ്പരാഗതമായ ഒരു മൈൻ എന്നുള്ള പേരിൽ. ഇപ്പോൾ നമ്മളൊരു റൂബിന്ന് നമ്മളിതിനടിച്ച ആദ്യം തന്നെ വന്ന് കയറുന്നത് ഇതാണ് വരുന്നത്, ബർമീസ് റൂബിയാണ് വരുന്നത്. ഈ ശ്രീലങ്ക എന്നുള്ള റൂബിയും ധാരാളമായിട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ? ശ്രീലങ്കയിലുള്ള റൂബി എന്ന് പറയുമ്പോഴത്തേക്ക് ലൈറ്റാണ്, കുറച്ചുകൂടി ലൈറ്റ് കളറാണ്. ശ്രീലങ്കയിലുള്ള റൂബിക്കുള്ള പ്രത്യേകതകൾ സഫയർ ഗ്രൂപ്പിൽ പെടുന്ന പിങ്ക് സഫയർ ഒക്കെ അവിടുന്ന് വരുന്നത്. ഇതിൻ്റെ കളറ് കുറഞ്ഞിട്ട് പിങ്ക് സഫയർ എന്ന് പറയും. അത് നമ്മൾ ഈ പത്മരാഗം എന്നൊക്കെ പറയുന്നതും അതുപോലെ തന്നെ കനകപുഷ്യരാഗം എന്നൊക്കെ പറയുന്ന കല്ലുകളൊക്കെ ശ്രീലങ്കയിൽ നിന്നാണ് വരുന്നത്. ശ്രീലങ്കയിൽ ഒരുപാട് രത്നങ്ങളുണ്ട്. കാരണം ഈ കൊറണ്ടം മിനറൽ ധാരാളം അടങ്ങിയിട്ടുള്ള ഭൂമിയാണ്. രത്നപുരയിലൊക്കെ ധാരാളമായിട്ട് കല്ലുകളുടെ കേന്ദ്രമായിരുന്നു. സുനാമി വന്നപ്പോൾ കുറച്ച് പോയിട്ടുണ്ട്. എന്നാലും വേൾഡിലെ സഫയർ ഗ്രൂപ്പ് ഓഫ് സ്റ്റോൺസിലെ വേൾഡ് നമ്പർ 1 സോഴ്സ് എന്ന് പറയുന്നത് ശ്രീലങ്ക. യെല്ലോ സഫയർ ഒക്കെ ഏറ്റവും ബെസ്റ്റ് കല്ലുകൾ വരുന്നത് ശ്രീലങ്കയിൽ നിന്നാണ്. പെയിൽ യെലോയിഷ് ആയിട്ടുള്ള കല്ലാണ്. ഇതിപ്പോൾ ധരിക്കുന്നതിൻ്റെ കാര്യം സാറ് കഴിഞ്ഞ എപ്പിസോഡിൽ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓരോരുത്തർക്കും ധരിക്കേണ്ട ക്യാരറ്റ്, അതിൻ്റെ എനിക്ക് തോന്നുന്നു ഭാരമാണെന്ന് തോന്നുന്നു അല്ലേ? തൂക്കമാണ്. തൂക്കം ക്യാരറ്റ് എന്ന് പറയുന്നത് കല്ലുകളുടെ തൂക്കം CA RAT 200 മില്ലിഗ്രാം ഒരു ക്യാരറ്റ്. ഗോൾഡിൻ്റെ ക്യാരറ്റ് എന്ന് പറയുന്നതിൻ്റെ പ്യൂരിറ്റി അത് KA RAT 22K എന്ന് റിങ്ങിൻ്റെ ബാക്കിൽ അടിച്ച് കാണും. അതിൻ്റെ പ്യൂരിറ്റിയാണ്. കല്ലുകൾക്ക് CA RAT ആണ്. മനസ്സിലായല്ലേ? രണ്ട് ക്യാരറ്റാണ്. രണ്ടും ക്യാരറ്റാണ്. പക്ഷേ രണ്ടിനും കല്ലുകളെ സംബന്ധിച്ചിടത്തോളം തൂക്കം ഇതാണ്, 200 മില്ലിഗ്രാം ഒരു ക്യാരറ്റ്. അപ്പോൾ റൂബി നമ്മൾ സജസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഒരാൾക്ക് റൂബി നമ്മൾ അയാളുടെ ബർത്ത് ചാർട്ട് പ്രകാരം റൂബി സ്യൂട്ടബിൾ ആണെങ്കിൽ ഒന്ന് അയാളുടെ പ്രായത്തെ നമ്മൾ കൺസിഡർ ചെയ്യും. പിന്നെ അയാളുടെ ബോഡി വെയ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യും. പിന്നെ അയാൾ ബർത്ത് ചാർട്ടിൽ ആ സൂര്യൻ്റെ നിലപാട്, സൂര്യൻ വളരെ വീക്കായിട്ട് നിൽക്കുന്നു, പക്ഷെ ഒരു സപ്പോർട്ടിങ് പ്ലാനറ്റ് ആണെങ്കിൽ അതിന് ക്യാരറ്റ് കുറച്ച് കൂട്ടും. എന്നാലും ഒരിക്കലും ഒരുപാട് ക്യാരറ്റ്, ഒരു 10-15 ക്യാരറ്റ് ഒരിക്കലും റൂബി ധരിക്കാനായിട്ട് പാടില്ല. നമ്മൾ അങ്ങനെയുള്ള കല്ല് സൂക്ഷിക്കാറ് പോലും ഇല്ല. കാരണം വെച്ചാൽ ബോഡി ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതായത് എനിക്കിപ്പോൾ അല്പം ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന കുറച്ച് വലിപ്പമുള്ളത് വേണമെന്ന് വെച്ചാൽ റൂബി വരുമ്പോൾ റൂബി നമുക്ക് ആവശ്യത്തിനുള്ള ക്യാരറ്റേജ് മാത്രമേ ധരിക്കാവുള്ളൂ. ഇല്ലെങ്കിൽ അത് ഗുണത്താക്കാലേറെ ദോഷം ചെയ്യും. കാരണം ഇത് കോൺഫിഡൻസും ഒക്കെ തരുന്നത്. നമ്മൾ അമിത വിശ്വാസം കൊണ്ട് നമ്മൾ അപകടത്തിൽ പോയി ചാടും. പിന്നെ ബോഡി ഹീറ്റ് അങ്ങ് പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പോൾ ലേഡീസിനൊക്കെയാണ് പെട്ടെന്ന് പിമ്പിൾസ് ഒക്കെ കയറി വരും. ഒരുപാട് ഓവർ ഡോസേജ് അധികം നല്ലതല്ല. മുട്ടയാണേലും 50 കഴിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ എപ്പോഴും രത്നങ്ങൾക്ക് അതിൻ്റെ അളവിലും തൂക്കത്തിലും വലിയ പ്രാധാന്യമുണ്ട്. എന്നാൽ കുറച്ച് വലിയ ക്യാരറ്റേജ് ധരിക്കാവുന്ന കല്ലുകളുണ്ട് വേറെ. റൂബി പാടില്ല. അതുപോലെ തന്നെ ഡയമണ്ട് ഒരുപാട് ക്യാരറ്റേജ് ഉപയോഗിക്കാൻ പാടില്ല. റെഡ് കോറൽസ്, ചെമ്പവിഴം, അതൊന്നും ഒരു പരിധിക്കപ്പുറമുള്ള ക്യാരറ്റേജ് നമ്മൾ ഉപയോഗിക്കരുത്. അത് കൃത്യമായിട്ടുള്ള ഒരു രത്നനിർദ്ദേശത്തോടു കൂടി മാത്രമേ ധരിക്കാവുള്ളൂ. റൂബി നമ്മൾ സംസാരിച്ച് തീർന്നിട്ടില്ല, ഇനി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? കുറച്ചുകൂടി റൂബി ഇനി എത്രയോ എപ്പിസോഡുകൾ. അപ്പോൾ നമുക്ക് എന്തായാലും വരുന്ന എപ്പിസോഡുകളിൽ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം. നമസ്കാരം.